ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തമിഴിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും അരിതമെറ്റിക് മീൻ പഠിക്കാമെന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാറുണ്ട് സമാന്തര മാധ്യം എന്ന് പറയാറുണ്ട്. എന്താ പറയുക, സമാന്തര മാധ്യം എന്ന് പറയാറുണ്ട്. അതാണ് അതിൻ്റെ മലയാളം. നമ്മൾ സാധാരണ സമാന്തരമായിട്ട് സൂചിപ്പിക്കുന്ന ലെറ്റർ എക്സ് ബാർ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അരിതമെറ്റിക് മീനെ ചുരുക്കി AM എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞ സംഗതി എന്താണ്, എക്സ് ബാർ നമ്മൾ കാണുന്ന സാധാരണ ഒരു സംഗതിയുടെ ആകെ തുകയെ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സം ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറയാറുണ്ട് അല്ലേ. ഇതാണ് നമ്മൾ അരിതമെറ്റിക് മീൻ കാണാൻ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. പക്ഷേ അരിതമെറ്റിക് മീൻ നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടാൽ പോരാ. അരിതമെറ്റിക് മീൻ നമ്മൾ 3 രീതിയിൽ കാണാനുണ്ട്. ഒന്ന് നമ്മൾ കാണേണ്ടത് റോ ഡാറ്റയിലാണ്. പരീക്ഷയ്ക്ക് സാധാരണ 1 മാർക്കിനൊക്കെയാണ് ചോദ്യം വരിക. റോ ഡാറ്റയിൽ എങ്ങനെയാണ് അരിതമെറ്റിക് മീൻ കാണുക. 2 നമ്മളോട് പറയുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റയിലാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം എന്താണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയും അസന്തത ദത്തങ്ങൾ. എന്താണ് പറയുക, അസന്തത ദത്തങ്ങൾ. ഓക്കെ, അപ്പോൾ സന്തതമല്ലാത്ത ദത്തങ്ങളാണ് അസന്തത ദത്തങ്ങൾ എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഡാറ്റ ഉണ്ട്, വേറെ ഏതുമല്ല. മൂന്നാമത്തെ ഡാറ്റ തന്നെ കണ്ടിന്യൂസ് ഡാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ പറയുന്ന 3 ടൈപ്പ് ഡാറ്റകൾ കണ്ടിന്യൂസ് നമ്മൾ പറയും സന്തത ദത്തങ്ങൾ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അരിതമെറ്റിക് മീൻ കാണുക എന്നുള്ള കാര്യമാണ് കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേറ്റ് അരിതമെറ്റിക് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ആദ്യം എന്ത് ഡാറ്റയാണ് നമുക്കറിയണം. വെറുതെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതെന്താണ്, ഇതൊരു റോ ഡാറ്റയാണ്. ഓക്കെ, റോ ഡാറ്റയിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റോ ഡാറ്റയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n ചെയ്യണം. ഓക്കെ, ഇവിടെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മാണ് അല്ലേ. എന്തിൻ്റെ സമ്മാണ്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളുണ്ട്, അതിനെല്ലാത്തിൻ്റെ തുകയാണ്. ഓക്കെ, അത് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, n എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്കുള്ള ആകെ സംഖ്യകളുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പഠിച്ചിരിക്കുക സിഗ്മ എക്സ് ബൈ n എന്നാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടും. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എല്ലാം കൂട്ടുന്നതിനാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, സം അല്ലെങ്കിൽ ടോട്ടൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 + 8 + 3 + 12 + 5 + 7 + 9 + 18 + 10 ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു തുക കിട്ടും. അത് എത്രയാണ് തുക, നമുക്ക് നോക്കാം. എത്രയാണ് തുക കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടുന്നത് 74 എന്നാണ്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് 74 എന്നാണ് കിട്ടുക. ഇനി n എത്ര ഉണ്ട് നോക്കണം. നമ്മൾ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 എണ്ണം. 9 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഇസിക്കൽ ടു എന്താ ചെയ്യേണ്ടത്, 74 ഡിവൈഡ് ബൈ 9 ചെയ്താൽ മതി. അപ്പോൾ 74 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിലായിരിക്കും 74 ഡിവൈഡ് ബൈ 9 എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരത്തിൽ എത്രയാണ് വരുന്നത് നോക്കാം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 8.222 ആയിരിക്കും. അപ്പോൾ ഇതിൽ 3 ലെറ്റേഴ്സും നിങ്ങൾ എടുക്കണമെന്നില്ല. 8.22 എന്ന് എഴുതിയാൽ മതി. അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റോ ഡാറ്റയിൽ അരിതമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. പരീക്ഷയ്ക്ക് ഇത് മാത്രം ചോദിക്കുകയാണ്. ഇത് മാത്രമാണെങ്കിൽ ഒരു 2 മാർക്കിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മാർക്കിനായിട്ട് ഈ ചോദ്യം ചോദിക്കാം. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റോ ഡാറ്റ ചെയ്തു. ഇതിപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്താ നോക്കാം. നമുക്കിവിടെ മാർക്ക് അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് 2 കോളമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം സംഗതി എന്താ വെച്ചാൽ ഒരു വേരിയബിൾ എക്സ് പ്ലസ് അതിൻ്റെ കൂടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്, അത് വേറെ ഏതുമല്ല, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 10 12 13 15 17 21 എന്നൊക്കെ പറയുന്നതാണ് ഒബ്സർവേഷനുകളാണ്. ഇപ്പോൾ ഈ ഒബ്സർവേഷനുകളും അതിൻ്റെ കൂടെ ഫ്രീക്വൻസി 5 9 14 10 2 2 എന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് നമ്മൾ പറയുന്നവരാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ നമ്മുടെ ഇക്വേഷൻ നോക്കിയേക്കുക. ഈ പറഞ്ഞ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഥവാ അരിതമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ചെയ്യുക. എന്താ ചെയ്യുക, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ സിഗ്മ എഫ് അതുപോലെ സിഗ്മ എഫ് എക്സ് എന്താണെന്നുള്ള കാര്യം അറിയണം അല്ലേ. അപ്പോൾ ആദ്യം മനസ്സിലാക്കുള്ളൂ, ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഫിനെയും അഥവാ ഫ്രീക്വൻസിയെയും എക്സിനെയും പരസ്പരം ഗുണിച്ചെഴുതണം. ഓക്കെ, ഇനി അതിൻ്റെ തുകയാണ് എന്ത് പറയുന്നത്, സം ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ,
സം ഓഫ് എഫ് എക്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരുന്ന സിഗ്മ എഫ്, ഈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ഇല്ലേ അത് തന്നെയാണ്. അത് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സിഗ്മ എഫ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സിഗ്മ എഫ് എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇക്വേഷൻ മറക്കേണ്ട, ഇക്വേഷൻ എന്താണ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ് നമ്മളോട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ എന്ത് ചെയ്തു എക്സ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അവർക്ക് കിട്ടിയ മാർക്കായിരുന്നു. അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനാണ് ഞാൻ എന്ത് ചെയ്തത് അവരുടെ ഫ്രീക്വൻസി ആയിട്ട് എഴുതി. അപ്പോൾ ഞാൻ എക്സും എഫ് എഴുതി. ഇനി അടുത്ത് ഞാൻ എഴുതേണ്ട കോളം എന്ന് പറയുന്നത് എഫ് എക്സ് ആണ്. എന്താണ് എഫ് എക്സ് ആണ് ചെയ്യേണ്ടത്. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫിനെയും എക്സിനെയും പരസ്പരം ഗുണിച്ച് എഴുതേണ്ട കോളമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം 10 × 5 എത്ര കിട്ടും 50 എന്ന് കിട്ടും. അടുത്തത് 12 × 9 എത്ര കിട്ടും, നമുക്ക് മൊത്തം കിട്ടുന്നത് 108 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അടുത്തത് 13 × 4 എത്ര വരിക 13 × 4 എന്ന് പറഞ്ഞാൽ 10 × 4 40, 3 × 4 12, 52 എന്ന് കിട്ടും. അടുത്തത് 15 × 10 എത്ര കിട്ടും 150 എന്ന് കിട്ടും. അടുത്തത് 17 × 2 എത്ര കിട്ടും 34 എന്ന് വരും. ആൻഡ് ഫൈനലി 21 × 2 എത്ര കിട്ടും 42 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ സിഗ്മ എഫ് എല്ലാം കിട്ടി കഴിയണം, സോറി എഫ് എക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞതെല്ലാം നമ്മൾ കൂട്ടി എഴുതാണ്. ഈ പറഞ്ഞതെല്ലാം കൂട്ടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും സിഗ്മ എഫ് എക്സ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സം എന്നാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ 50 കൂട്ടണം 108 കൂട്ടണം 52 കൂട്ടണം 150 കൂട്ടണം 34 കൂട്ടണം 42, ഇതെല്ലാം ഒന്ന് കൂട്ടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും സിഗ്മ എഫ് എക്സ് കിട്ടും. അത് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം കൂട്ടി ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 436 എന്നാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഞാനിവിടെ സർക്കിൾ ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂകളും എഫ് എക്സ് എല്ലാം കൂട്ടി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 436 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം സിഗ്മ എഫ് കാണണം. ആരെ കാണണം സിഗ്മ എഫ് കാണണം. അപ്പോൾ നമ്മുടെ സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫ്രീക്വൻസി എല്ലാം കൂട്ടി ചെയ്താൽ മതി അല്ലേ. നോക്കാം നമുക്കിവിടെ 5 + 9 + 4 + 10 + 2 + 2 2 2 4 4 10 14 14 18 18 9 27 25 32 എന്ന് കിട്ടും. ഇനി ഈസിയാണ് കാര്യങ്ങൾ. എക്സ് ബാർ കാണാൻ എന്താ ചെയ്യേണ്ടത് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടുക 436 ഡിവൈഡ് ബൈ 436 നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ 32 കൊണ്ട് ചെയ്യുന്നു. 32 ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഉത്തരം കിട്ടുക 13.625 എന്നായിരിക്കും നമ്മുടെ ഉത്തരം. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മീൻ വാല്യൂ കണ്ടുപിടിച്ചു. ഇതിലെ കണ്ടുപിടിച്ചത് ഡിസ്ക്രീറ്റ് ഡാറ്റയിലാണ് നമ്മൾ കണ്ടുപിടിച്ചോ. അപ്പോൾ ഡിസ്ക്രീറ്റിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമതായിട്ട് നമുക്കിനി ഒരാൾ കൂടി വരുന്നുണ്ട്, അതാരാ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചോദ്യം തന്നിട്ടുണ്ട്, നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മാർക്ക് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 0 മുതൽ 10 വരെ 10 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതാണല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ക്ലാസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സും പ്ലസ് ഫ്രീക്വൻസി തമ്മിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആ ഡാറ്റയെ നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റ നമ്മളിവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ഡാറ്റയിൽ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ = സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കൊരു സംശയം, സാർ ഇത് എങ്ങനെ എഫ് എക്സും എക്സ് ഒക്കെ കണ്ടുപിടിക്കുക, കാരണം ക്ലാസ് അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് മിഡ് വാല്യൂ ഓഫ് ഈച്ച് ക്ലാസ് ആണ്. എന്താണ് ഓരോ ക്ലാസ്സിൻ്റെയും ഈ പറയുന്ന ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂവിനെയാണ് നമ്മളെന്ന് പറഞ്ഞത് എക്സ് എന്ന് പറഞ്ഞത്. ആ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ, നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റും അതിൻ്റെ കൂടെ അപ്പർ ലിമിറ്റ് പരസ്പരം കൂട്ടി ചെയ്താൽ എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ മിഡ് വാല്യൂ കിട്ടും. എന്നിട്ട് പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എഫ് എക്സ് കാണണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം സിഗ്മ എഫ് എക്സ് കാണണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇക്വേഷൻ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ ഞാനിവിടെ ഇതിൻ്റെ ക്ലാസ്സും ഫ്രീക്വൻസി എഴുതി വെച്ചു. ഇനി അടുത്തായിട്ട് ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഈ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എക്സ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂട്ടി പകരം പകുതി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അഥവാ പകുതി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്ന കാര്യം 10നും 0നെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 5 എന്നാണ്. അടുത്തത് 10ഉം 20ഉം കൂട്ടുന്നു, അപ്പോൾ എത്ര കിട്ടും 30 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 15 എന്നാണ്. അടുത്തത് 20ഉം 30ഉം കൂട്ടുന്നു, അപ്പോൾ എത്ര കിട്ടും 50 കിട്ടും. 50 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം 25 എന്നാണ്. ഇങ്ങനെ ഇനി നിങ്ങൾ ഓരോന്നും കൂട്ടി എഴുതാൻ നിൽക്കണ്ട, പകരം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ ക്ലാസിൻ്റെ ഒക്കെ വ്യത്യാസത്തിനാണ് 10 വെച്ചിട്ടാണ് ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് വ്യത്യാസം.
10, 20, 30 എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മളിവിടെ കൊണ്ടുവന്നാൽ മതി. 25 അതിലേക്ക് ഒരു 10 കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 35 കിട്ടും. വീണ്ടും ഒരു 10 കൂട്ടുക, അപ്പോൾ 45 കിട്ടും. വീണ്ടും ഒരു 10 കൂട്ടുക, 55 കിട്ടും. ഇതായിരിക്കും ക്ലാസിൻ്റെ മിഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിൻ്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണ്. നിങ്ങൾ വെറുതെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു 2 കണ്ടുപിടിച്ചതിന് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ലോജിക് കിട്ടും. അത് വെച്ച് ബാക്കി ചെയ്യാം. ഇനി ചെയ്യുന്ന FX കണ്ടുപിടിക്കാനാണ്. അപ്പോൾ FX ഞാനിവിടെ ഇതിൻ്റെ FX എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ എഫിൻ്റെ എക്സ് ആണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കോളം ഞാൻ എഴുതി, ഫ്രീക്വൻസി 5 ആയിരുന്നു. അതിൻ്റെ എക്സ് എത്രയാണ്? അതും 5 ആണ് അല്ലേ. 5 × 5 25 ആണെന്ന് കിട്ടി. അടുത്ത ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 9 ആണ്. 9 നമ്മൾ 15 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ. 9 × 15 നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ 9 × 15 നിങ്ങളിത് ഓരോന്നും കാൽക്കുലേറ്ററിലാണ് കേട്ടോ ചെയ്യാൻ, അല്ലാതെ സമയം നമുക്ക് ഒരുപാട് നഷ്ടമായി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് അതിന് സമയം കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് 135 എന്ന് കിട്ടുന്നു. അടുത്ത നമുക്ക് എത്ര വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 4 × 25 ആണ്. നമുക്കറിയാം 100 ആണെന്നറിയാം. അടുത്തത് 10 × 35 ആണ്. നമുക്കറിയാം 350 ആണെന്നറിയാം. അടുത്ത എത്ര വരുന്നത്? 2 × 45 ആണ്. 90 ആണെന്ന് ഉത്തരം കിട്ടുന്നു. ആൻഡ് ഫൈനലി 2 × 55 110 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യകൾ മുഴുവൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സിഗ്മ FX കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ FX കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞ 25, 135, 100, 350, 90, 110 ഇവയെല്ലാം പരസ്പരം എന്ത് ചെയ്യണം? കൂട്ടി വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം എത്ര ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞു വരുന്നത് 810 ആണ് ഇവയെല്ലാം കൂട്ടുമ്പോൾ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ FX കണ്ടുപിടിക്കുക. സിഗ്മ FX കണ്ടുപിടിച്ച പോലെ സിഗ്മ F കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായത് സിഗ്മ F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 അല്ലേ. അതായത് 5, 9, 14, 14, 14, 18, 18, 28, 30, 32. യെസ്, 32 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ആ 32 ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത് x ബാർ സിഗ്മ FX ഡിവൈഡ് ബൈ സിഗ്മ F ആണ് ചെയ്യേണ്ടത്. അതായത് 810 നമ്മൾ എന്ത് ചെയ്യുന്നു? 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 810 ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിലായിരിക്കും 25.312 എന്നായിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 കണക്കിലായിട്ട് നമ്മളിവിടെ ചെയ്ത് ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പം ഈ 3 മെത്തേഡിലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ നമ്മുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വരിക. അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു. അപ്പോൾ അതെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻസ് കൊടുത്ത് റോഡാറ്റയിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രീറ്റിൽ എന്ത് ചെയ്യണം, ആൻഡ് കണ്ടിന്യൂസിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ചെയ്ത പ്രോബ്ലം നിങ്ങൾ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ചെയ്തു നോക്കുക. കാരണം നമ്മളിത് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യരുത്? ബൈ ഹെർട്ട് ലേണിംഗ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഒരു 2 മാർക്ക് മുതൽ ഈ ഒരൊറ്റ ചോദ്യം ചെയ്യുന്ന വഴി 4 മാർക്ക് വരെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കിയുള്ള വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയൻ്റെ മോഡൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ബൈ.